2011 അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ സമരം എന്ന പേരിലുള്ള RSS സ്പോൺസേർഡ് കലാപരിപാടിയുടെ ഭാഗമായാണ് അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. ഒരു വർഷത്തിന് ശേഷം 2012 RSSന്റെ പിന്തുണയോടെ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി വളർത്തുന്നതിൽ അരവിന്ദ് കെജ്രിവാൾ വിജയിച്ചു. പിന്നീട് 2013 മുതലുള്ള 12 വർഷങ്ങളിൽ ഡൽഹിയുടെ ഭരണം മൃഗീയ ഭൂരിപക്ഷത്തോടെ അവർ കൈയാളുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ 2025 ഈ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം ആം ആദ്മി പാർട്ടിയുടെ അന്ത്യം കുറിക്കുകയാണോ? 100% വ്യക്തി കേന്ദ്രീകൃതമായ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് തന്നെ പറയാം. അരവിന്ദ് കെജ്രിവാൾ എന്ന ഒറ്റ വ്യക്തിയുടെ പ്രഭാവത്തിൽ ആയിരുന്നു ആ പാർട്ടിയുടെ മുന്നേറ്റവും നിലനിൽപ്പും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ എല്ലാമെല്ലാമായ അരവിന്ദ് കെജ്രിവാൾ ദയനീയമായി ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ ഈ അടുത്ത കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടതും അതിനുശേഷമുള്ള കാലഘട്ടവും ഒഴിച്ചാൽ കെജ്രിവാൾ ആയിരുന്നു ഡൽഹിയുടെ മുഖ്യമന്ത്രി. ഏതാണ്ട് 11 വർഷത്തിലധികം തുടർച്ചയായി മുഖ്യമന്ത്രിയായി ഇരുന്നയാൾ 2015 തെരഞ്ഞെടുപ്പിൽ 70-ൽ 67 സീറ്റുകളും 2020 തെരഞ്ഞെടുപ്പിൽ 62 സീറ്റുകളും നേടിയ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകളിലേക്ക് ചുരുങ്ങിയത്. എന്നാൽ സീറ്റുകളുടെ എണ്ണത്തിലുണ്ടായ കുറവിനേക്കാൾ അധികമായി ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടി അവരുടെ പ്രധാന നേതാക്കൾ, ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളെല്ലാം തന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഏതാണ്ട് 4000-ഓളം വോട്ടുകൾക്കാണ് 11 വർഷത്തിലധികം മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ 600-ഓളം വോട്ടുകൾക്കാണ് ജംഗ്പുര മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെടുന്നത്. ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിൽ നിന്നും സൗരവ് ഭരദ്വാജ് 3000-ഓളം വോട്ടുകൾക്കാണ് BJPയുടെ ശിഖ റോയിയോട് പരാജയം ഏറ്റുവാങ്ങുന്നത്. അവരുടെ മറ്റൊരു മുതിർന്ന നേതാവായ ദുർഗേഷ് പാഠക് 1200-ലധികം വോട്ടുകൾക്ക് രാജേന്ദ്ര നഗർ മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ടു. അതുപോലെ മുൻ മന്ത്രിയും ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളുമായ സത്യേന്ദർ ജെയിൻ 21,000-ലധികം വോട്ടുകൾക്കാണ് ഷാക്കൂർ ബസ്തി മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെടുന്നത്. AAPയുടെ പ്രമുഖ നേതാക്കളിൽ ആകെ വിജയിച്ചത് നിലവിലുള്ള മുഖ്യമന്ത്രിയായ അതിഷി മർലേന മാത്രമാണ്. വെറും 3500-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അവരുടെ വിജയം. അങ്ങനെ പാർട്ടിയുടെ എല്ലാമെല്ലാമായ അരവിന്ദ് കെജ്രിവാളും അവരുടെ പ്രമുഖരായ എല്ലാ സ്ഥാപക നേതാക്കളും പരാജയപ്പെട്ടത് ആം ആദ്മി പാർട്ടിയുടെ വലിയ വലിയ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് എന്ന് നിസ്സംശയം പറയാം. ഡൽഹിയിലും തുടർന്ന് പഞ്ചാബിലും ഭരണം പിടിക്കുകയും അതിനുശേഷം ഗുജറാത്തിൽ 13%-ലധികം വോട്ട് നേടുകയും ഗോവയിലും വളരെ മികച്ച വോട്ട് നേടുകയും ചെയ്തപ്പോൾ കെജ്രിവാൾ ഒരിക്കൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ഈ പരാജയത്തോടെ അവരുടെ എല്ലാ മോഹങ്ങളും കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ വിജയിച്ച 22 MLA-മാരിൽ പലരും BJPയിലേക്ക് ചേക്കാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇലക്ഷന് തൊട്ടു മുൻപ് 8 MLA-മാരാണ് പാർട്ടി ഉപേക്ഷിച്ച് BJPയിൽ ചേക്കേറിയത്. അതിനു മുൻപും ചില MLA-മാരും മന്ത്രിമാരും പാർട്ടി ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നിരുന്നു. ഇനി ആ കൊഴിഞ്ഞുപോക്കിന് വേഗം കൂടും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. BJPയിലേക്ക് പോകാൻ അവരുടെ ഐഡിയോളജിയുമായി ചേർന്നു പോകാൻ കഴിയാത്തവർ കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുപോലെ ഡൽഹിയിലെ ഈ വലിയ പരാജയം അവർ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പഞ്ചാബിലും കോളിളക്കം ഉണ്ടാക്കും എന്ന് ന്യായമായും ഉറപ്പിക്കാം. പ്രത്യേകിച്ച് കെജ്രിവാളിന് ഇനി പാർട്ടിയിൽ അപ്രമാദിത്വം നഷ്ടപ്പെട്ട നിലയ്ക്ക് പാർട്ടിയെ നിയന്ത്രിക്കുക വലിയ ബുദ്ധിമുട്ടാവും. പഞ്ചാബിൽ BJPക്ക് വലിയ സ്വാധീനം ഇല്ലാത്തതിനാലും പഞ്ചാബികളുടെ ഇടയിൽ BJPയുടെ വലിയ എതിർപ്പ് ഉള്ളതിനാലും അവിടെയുള്ള AAPക്കാരിൽ ഭൂരിഭാഗവും പതിയെ കോൺഗ്രസിലേക്ക് ചേക്കാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്നാൽ അളവില്ലാത്ത പണമുള്ള BJP പണക്കൊഴുപ്പ് കൊണ്ട് അവരിൽ പലരെയും BJPയിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കും എന്നതിൽ തർക്കമില്ല. ഈ പരാജയം ഇവർക്കുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിലയുറപ്പിക്കാനോ വളരാനോ ഉള്ള സാധ്യത ഏതാണ്ട് അടച്ച് എന്ന് ന്യായമായും അനുമാനിക്കാം. കെജ്രിവാളും പ്രധാന നേതാക്കളും അപ്രസക്തരാകുമ്പോൾ ഗുജറാത്തിലും ഗോവയിലും അവർ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം വളരെ പെട്ടെന്ന് നഷ്ടപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വെറും ഒരു പരാജയമല്ല, മറിച്ച് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട് രംഗത്ത് വന്ന ഒരു പാർട്ടിയുടെ അന്ത്യം തന്നെ കുറിക്കുന്നതാണ്.